സർക്കാരിലും പാർട്ടിയിലുമുള്ള പല വമ്പന്മാരും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി വരുമെന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വവും സ്വർണ്ണക്കള്ളക്കടത്ത് കേസും അനുബന്ധ തട്ടിപ്പുകളും അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ രംഗത്ത് വന്നത് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണ്. കേസ് അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കമാണ്. ഇതിനു മുമ്പും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ CPM-ന്റെ നേതൃത്വം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത് ചരിത്രത്തിന്റെ ഭാഗമാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസിലും പിന്നീട് B ജയരാജൻ പ്രതിയായിട്ടുള്ള കൊലക്കേസിലുമെല്ലാം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി നിയമം തങ്ങളുടെ വരുതിയിലാക്കാൻ CPIM ശ്രമിച്ച സംഭവം കേരളം മറന്നിട്ടില്ല. സമാനമായ നിലയിലേക്കാണോ ഇപ്പോൾ CPIM പോകുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കേന്ദ്ര ഏജൻസികൾ ശരിയായ നിലയിലാണ് കേസ് അന്വേഷണം നടത്തുന്നത് എന്നാണ് ഇതുവരെ മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തന്നെ മുഖ്യമന്ത്രി എഴുതിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ഇതുവരെ പാർട്ടി നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത്. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിന്റെ അടിസ്ഥാനത്തിലാണ് NIA-യും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കസ്റ്റംസും എല്ലാം ഈ കേസ് അന്വേഷിക്കുന്നത് എന്ന് ഇത്രയും ദിവസം പറഞ്ഞിരുന്ന CPM നേതാക്കൾ ഇപ്പോൾ ED-ക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നത് അന്വേഷണം വമ്പൻ സ്രാവുകളിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് കൊണ്ടാണ്. കൂടുതൽ മന്ത്രിമാരും പാർട്ടി നേതാക്കളും അന്വേഷണത്തിന്റെ വലയിൽ വരുമോ എന്നുള്ള വേവലാതിയാണ് അന്വേഷണ ഏജൻസികൾക്കെതിരെ തിരിയാൻ ഇപ്പോൾ CPM-നെ പ്രേരിപ്പിച്ചിരിക്കുന്നു. മന്ത്രിസഭയിലെ അംഗമായിട്ടുള്ള KT ജലീലിനെ കൂടാതെ മന്ത്രിസഭയിലെ രണ്ടാമനായിട്ടുള്ള മന്ത്രിയെക്കുറിച്ച് കൂടി കൂടുതൽ തെളിവുകൾ പുറത്തു വരികയാണ്. EP ജയരാജന്റെ മകനെതിരെ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട ലൈഫ് മിഷൻ കമ്മീഷൻ തട്ടിപ്പിലോ മറ്റ് സാമ്പത്തിക ഇടപാടുകളിലും പേരുയർന്നു വരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വേവലാതിക്ക് പ്രധാനപ്പെട്ട കാരണം. മന്ത്രിസഭയിലെ രണ്ടാമനായിട്ടുള്ള ശ്രീ EP ജയരാജന്റെ മകനും സ്വപ്ന സുരേഷും തട്ടിപ്പ് സംഘങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ തെളിഞ്ഞു വരികയാണ്. റെഡ് ക്രസന്റുമായി ബന്ധപ്പെട്ട ലൈഫ് മിഷൻ തട്ടിപ്പിൽ പാർട്ടി ചാനലായിട്ടുള്ള കൈരളി ചാനൽ അതിന്റെ CEO തന്നെ കമ്മീഷൻ 4.5 കോടിയാണ് എന്ന് വ്യക്തമാക്കിയതാണ്. സ്വപ്ന സുരേഷിന്റെ ബാങ്ക് ലോക്കറുകളിൽ നിന്ന് 1 കോടി രൂപ മാത്രമാണ് കമ്മീഷനായി ലഭിച്ചത് എന്നുള്ളതായിരുന്നു നേരത്തെ പുറത്തു വന്ന വിവരം. സ്വപ്ന നൽകിയ മൊഴിയിലും ലൈഫ് മിഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കമ്മീഷൻ 1 കോടി രൂപയാണ് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ധനകാര്യമന്ത്രിയെ സാക്ഷിയാക്കി സംസ്ഥാനത്തിന്റെ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനെ സാക്ഷിയാക്കി CPM-ന്റെ ഔദ്യോഗിക ചാനലായിട്ടുള്ള കൈരളി ചാനൽ അതിന്റെ CEO തന്നെ 1 കോടിയല്ല 4.5 കോടിയാണ് കമ്മീഷൻ എന്ന് വ്യക്തമാക്കിയിരുന്നു. ഈ കമ്മീഷൻ UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് ആരാണ് നൽകിയതെന്നും എവിടെ വെച്ചാണ് നൽകിയതെന്നും ആ ടെലിവിഷൻ പരിപാടിയിൽ പരസ്യമായി CPM ചാനലിന്റെ CEO പുറത്തുവിട്ടിരുന്നു. ആ സംഭവം വസ്തുതാപരമായി ധനമന്ത്രി തോമസ് ഐസക് സ്ഥിരീകരിച്ചതാണ്. അത് സത്യമാണെന്ന് സംസ്ഥാന നിയമമന്ത്രി AK ബാലനും പരസ്യമായി വെളിപ്പെടുത്തിയതാണ്. ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ
1 കോടി രൂപ കഴിച്ചുള്ള കമ്മീഷനിൽ ഭീമമായിട്ടുള്ള ഒരു തുക EP ജയരാജന്റെ മകനിലേക്കാണ് പോയത് എന്ന് പുറത്തു വന്നിരിക്കുക. EP ജയരാജനും സ്വപ്ന സുരേഷും EP ജയരാജന്റെ മകനും തമ്മിലുള്ള ഫോട്ടോകളും അവരുമായി ബന്ധപ്പെടുന്ന വിവരങ്ങളും ഇപ്പോൾ ചില പത്രങ്ങളിൽ മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയാണ്. അന്വേഷണം കൂടുതൽ വമ്പൻ സ്രാവുകളിലേക്ക് നീങ്ങുന്നതായാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. അതുകൊണ്ടാണ് EDക്കെതിരെ പരസ്യമായ നിലപാട് സ്വീകരിക്കാൻ CPM ഇപ്പോൾ തയ്യാറായിട്ടുള്ളത്. കഴിഞ്ഞ 2 മാസക്കാലമായി അന്വേഷണം ശരിയായ ദിശയിലാണ്. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കട്ടെ, എവിടെ വരെയും അന്വേഷിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലും അന്വേഷിക്കട്ടെ, ഞങ്ങൾക്ക് ഭയമില്ല, ഞങ്ങൾ ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്നാണ് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് EDക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുക. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാഷ്ട്രീയ പ്രേരിതമായാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള പുതിയ ആരോപണം. ആ ആരോപണത്തോട് മുഖ്യമന്ത്രി തന്റെ ഔദ്യോഗികമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. മുഖ്യമന്ത്രി ഔപചാരികമായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ആരോപണം അംഗീകരിക്കുന്നുണ്ടോ നിരാകരിക്കുന്നുണ്ടോ എന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും കേന്ദ്ര കമ്മിറ്റിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ നടത്തിയിട്ടുള്ള പരസ്യ പ്രതികരണം തന്റെ അറിവോടുകൂടിയാണോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. മുഖ്യമന്ത്രി നേരത്തെ സ്വീകരിച്ച നിലപാട് തള്ളിപ്പറയാൻ ഇപ്പോൾ തയ്യാറാവുന്നുണ്ടോ? മാറ്റി പറയാൻ ഇപ്പോൾ തയ്യാറാവുന്നുണ്ടോ? അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ള പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് സംസ്ഥാന മുഖ്യമന്ത്രി ഭരണത്തലവൻ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് BJP ചോദിക്കുന്നത്. ശരിയായ ദിശയിൽ അന്വേഷിക്കുന്നു കേസ്. കുറ്റവാളികളെല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഞങ്ങൾക്ക് മടിയിൽ കനമില്ല. അന്വേഷണം കഴിയുമ്പോൾ മറ്റുള്ളവരുടെ നെഞ്ചിരിപ്പാണ് കൂടാൻ പോകുന്നത്. ഇതായിരുന്നല്ലോ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ഭാഷ്യം. ആ ഭാഷ്യത്തിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ മുഖ്യമന്ത്രി? പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ നിലപാട് അംഗീകരിക്കുന്നുണ്ടോ അതോ നിരാകരിക്കുന്നുണ്ടോ? തുറന്നു പറയാൻ മുഖ്യമന്ത്രി തയ്യാറാവണം. KT ജലീലുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ നിരവധി ആരോപണങ്ങൾ കേന്ദ്ര ഏജൻസികൾ മറ്റ് ഏജൻസികൾ കൂടെ അന്വേഷിക്കുമെന്നാണ് പറയുന്നത്. കസ്റ്റംസും NIAയും KT ജലീലിനെ വിളിച്ചു വരുത്താൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മന്ത്രിയെ സാമ്പത്തിക കുറ്റത്തിന്റെ പേരിൽ, അനധികൃത സ്വത്ത് സമ്പാദ്യത്തിന്റെ പേരിൽ, ഖുറാന്റെ മറവിൽ സ്വർണ്ണം കള്ളക്കടത്ത് നടത്തിയതിന്റെ പേരിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരിക്കുക. ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് ഏജൻസികളും ജലീലിനെതിരായിട്ടുള്ള അന്വേഷണം ശക്തിപ്പെടുത്തുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മുഖ്യമന്ത്രി ജലീലിനെ സംരക്ഷിക്കുന്നതിന്റെ കാരണം ഇപ്പോൾ പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ്. ജലീലിനെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റിയാൽ വരും ദിവസങ്ങളിൽ സംസ്ഥാന മന്ത്രിസഭയിലെ 1-2 അംഗങ്ങളെ കൂടി പുറത്താക്കേണ്ടി വരുമെന്നുള്ള ഭയമാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ വേട്ടയാടുന്നത്. അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് തന്നെ നേരിട്ട് എത്തുമോ എന്ന് അദ്ദേഹം ഭയപ്പെടുകയാണ്. പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും മയക്കുമരുന്ന് കേസിലും അന്വേഷണത്തിന്റെ നിഴലിലാണ്. അന്വേഷണ ഏജൻസികൾ ബാംഗ്ലൂരു മയക്കുമരുന്ന് കേസും തിരുവനന്തപുരം അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്ത് കേസും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള സൂചനകളിൽ എത്തിയിരിക്കുക. തിരുവനന്തപുരം സ്വർണ്ണക്കള്ളക്കടത്ത് കേസും ബംഗളൂരു മയക്കുമരുന്ന് കേസും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എന്നുള്ള BJPയുടെ ആദ്യത്തെ ആരോപണം ശരിവെക്കുന്നതാണ് അന്വേഷണ ഏജൻസികളുടെ പുതിയ നിഗമനങ്ങൾ. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും മയക്കുമരുന്ന് കേസിലും ബിനീഷ് കോടിയേരി അന്വേഷണത്തിന്റെ നിഴലിലായി എന്നുള്ളതും സംസ്ഥാന സർക്കാരിന് പാർട്ടിക്ക് അന്വേഷണത്തിനെതിരായി തിരിയാനുള്ള പ്രചോദനമായി. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ശരിയായ ദിശയിലാണ് നടക്കുന്നത്. അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോയാൽ
സർക്കാരിന് ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവാണ് ഇപ്പോൾ പാർട്ടിയും മുഖ്യമന്ത്രിയും ഈ നിലപാട് സ്വീകരിക്കാൻ കാരണം. അതുകൊണ്ട് അടിയന്തരമായി മുഖ്യമന്ത്രി ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള തങ്ങളുടെ നിലപാട് വ്യക്തമാക്കണം. സ്വപ്ന സുരേഷ് കഴിഞ്ഞ ദിവസം നെഞ്ചുവേദനയെ തുടർന്ന് തൃശൂരിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. സ്വപ്ന സുരേഷിനെ പരിചരിക്കാൻ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ചില നഴ്സുമാർ അവരുടെ ഫോണിലൂടെ ചില ആളുകളെ ബന്ധപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. പണ്ട് സരിതാ കാലത്ത് ജയിൽ അധികൃതരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും അവരുടെ ടെലിഫോൺ ഉപയോഗിച്ച് മന്ത്രിമാരെയും പാർട്ടി നേതാക്കളെയും വിളിച്ചതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. സമാനമായ സംഭവമാണ് സ്വപ്ന സുരേഷിന്റെ കാര്യത്തിലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. തൃശൂർ മെഡിക്കൽ കോളേജിലെ ചികിത്സയുടെ ഭാഗമായി സ്വപ്ന സുരേഷിനോടൊപ്പം പരിചാരകരായിരുന്ന ചില നഴ്സുമാരുടെ ടെലിഫോൺ ഉപയോഗിച്ച് അവർ ഉന്നതരായ ചില ആളുകളെ ബന്ധപ്പെട്ടതായി പോലീസിനും മറ്റ് ഏജൻസികൾക്കും വിവരം ലഭിച്ചിരിക്കുകയാണ്. സർക്കാരിന്റെ സഹായത്തോടുകൂടിയാണ് മെഡിക്കൽ കോളേജിൽ ഒരു കൊടും കുറ്റവാളിക്ക് ഈ സൗകര്യം ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് ഗൗരവതരമാണ്. ആരുടെ ടെലിഫോണാണ് സ്വപ്ന സുരേഷ് ഉപയോഗിച്ചത്, ആരെയാണ് സ്വപ്ന മെഡിക്കൽ കോളേജിൽ നിന്ന് വിളിച്ചത് എന്നുള്ള ചോദ്യത്തിന് സർക്കാരാണ് ഉത്തരം പറയുന്നത്. ഗൗരവതരമായ ഒരു സംഗതിയാണ്. കേന്ദ്ര ഏജൻസികളുടെ കയ്യിൽ നിന്നും കേരള പോലീസ് സ്വപ്ന സുരേഷിനെ ചോദ്യം ചെയ്യാൻ ഏറ്റുവാങ്ങുന്നു എന്നുള്ള വാർത്ത ഈ കേസ് അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമുള്ളതാണ്. ഈ സന്ദർഭത്തിൽ സ്വപ്ന സുരേഷിനെ കേരള പോലീസിന് വിട്ടുകൊടുക്കുന്നത് അന്വേഷണം അട്ടിമറിക്കാനുള്ള വളരെ ആസൂത്രിതമായ നീക്കമാണ് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. ബഹുമാനപ്പെട്ട നീതിന്യായ സംവിധാനങ്ങൾ, കോടതികൾ സ്വപ്ന സുരേഷിനെ കേരള പോലീസിന് വിട്ടുകൊടുക്കാനുള്ള തീരുമാനം അത് പരിശോധിക്കേണ്ടതാണ് എന്നുള്ളതാണ് BJPയുടെ നിലപാട്. ആരോപണ വിധേയനായിട്ടുള്ള KT ജലീൽ ചില മാധ്യമപ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ചില ഓൺലൈൻ മാധ്യമപ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വാർത്ത ഇപ്പോൾ പുറത്തുവിടുകയാണ്. KT ജലീൽ ചില ഓൺലൈൻ മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി, CPMന്റെ സഹായത്തോടുകൂടി ഒരു കള്ളക്കഥ പടച്ചുവിടുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ജലീലിന് നൽകിയ മൊഴി എന്നുള്ള തരത്തിൽ ചില പത്രങ്ങളിലും ചില ഓൺലൈൻ ചാനലുകളിലും ഇപ്പോൾ വാർത്തകൾ വരികയാണ്. പച്ചക്കള്ളമാണ് അതെല്ലാം. ജലീൽ നൽകിയ മൊഴി ഒരു സാധാരണ മൊഴിയാണ്. തന്റെ സ്വത്ത് വിവരത്തെ കുറിച്ച് മാത്രമാണ് അന്വേഷിച്ചത്. താൻ നിരപരാധിയാണ്, നിഷ്കളങ്കനാണ്, സത്യസന്ധനാണ്, താൻ ഉന്നതമായിട്ടുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് എന്നൊക്കെ ഉള്ള നിലയിൽ ചില വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആ വാർത്തകളെല്ലാം തന്നെ ജലീൽ പടച്ചുവിടുന്നതാണ്. ജലീലിനെ അനുകൂലിക്കുന്ന ആളുകൾ പടച്ചുവിടുന്നതാണ്. പാർട്ടി നേതാക്കന്മാർ പടച്ചുവിടുന്നതാണ്. താൻ സത്യസന്ധനാണ് എന്ന് ആദ്യം പറഞ്ഞത് സ്വപ്ന സുരേഷാണ്. ഒരു ദൃശ്യമാധ്യമം വഴി ശബ്ദരേഖ തയ്യാറാക്കി താൻ സത്യസന്ധനാണ്, മുഖ്യമന്ത്രി നിരപരാധിയാണ്, സ്പീക്കർ വളരെ നിരപരാധിയാണ്, മന്ത്രിമാരെല്ലാവരും നല്ലവരാണ്, തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അറസ്റ്റാണ് എന്റെ പേരിൽ നടന്നിരിക്കുന്നത്, എന്നെ കൊടുക്കാൻ നോക്കുന്നത്, ഇതായിരുന്നു സ്വപ്ന ആദ്യം പറഞ്ഞത്. സ്വപ്നയും ജലീലും ഒരേ തൂവൽ പക്ഷികൾ തന്നെയാണ്. സ്വപ്ന നടത്തിയതുപോലുള്ള ഒരു പ്രചാരണം മാത്രമാണ് ജലീൽ നടത്തുന്നത്. ജലീൽ പടച്ചുവിടുന്ന ഈ കള്ളക്കഥ ദയവായി മാധ്യമങ്ങൾ പ്രചരിപ്പിക്കരുത് എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ജലീൽ ഒരു പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ്. നേരത്തെ ജലീൽ ഒരു വാട്സപ്പ് സന്ദേശം പുറത്തുവിട്ടു. ഈ ആരോപണ മാധ്യമങ്ങൾ പുറത്തുവിട്ടപ്പോൾ KT ജലീൽ ഒരു വ്യാജ വാട്സപ്പ് സന്ദേശം പുറത്തുവിട്ടു. ആ വാട്സപ്പ് സന്ദേശം ആർക്കും ഉണ്ടാക്കാൻ കഴിയുന്ന വാട്സപ്പ് സന്ദേശമാണ്. അതിനുശേഷം ജലീൽ കുറെ ഖുർആൻ കെട്ടുകൾ കാണിച്ചു. ഒരു എവിടെയാണെന്ന് അറിയില്ല, ഒരു പ്രത്യേക സ്ഥലത്ത് കുറെ ഖുർആനുകൾ ഇങ്ങനെ അടുക്കി വെച്ചു. അതിൽ ഒരെണ്ണം പൊളിക്കുന്നത് എല്ലാ ചാനലുകളും പത്രങ്ങളും അത് കൊടുത്തു. ആരാണ് ജലീൽ ഇത് ഒളിച്ചു നോക്കിയത്? കസ്റ്റംസ് ആണ്. ജലീൽ അന്ന് പുറത്തുവിട്ട വീഡിയോ ദൃശ്യത്തിന് പിതൃത്വമുണ്ട്.
നാഥനുണ്ടോ? അങ്ങനെ ഒരു വീഡിയോ ദൃശ്യം എവിടെയാണ്? ആര് പൊളിച്ചു നോക്കിയതാണ്? ഏത് അന്വേഷണ ഏജൻസി പൊളിച്ചു നോക്കിയതാണ്? ജലീൽ തുടർച്ചയായി ഇത്തരത്തിലുള്ള കള്ള പ്രചരണങ്ങളും വീഡിയോ ദൃശ്യങ്ങളും വാട്സപ്പ് സന്ദേശങ്ങളും പുറത്തുവിട്ടിരുന്നു. ഖുർആൻ പൊതികൾ അഴിക്കുന്നതിന്റെയും അതിന്റെ കണക്കുകളെല്ലാം വെച്ചിട്ട് ഒരെണ്ണം മാത്രം പൊളിച്ചു നോക്കി. നമ്മുടെ ചില മാധ്യമ പ്രവർത്തകരും ആ വാർത്ത വലിയ വാർത്തയായിട്ട് കൊടുത്തു. ഇതെല്ലാം അന്വേഷണത്തെ വഴിതിരിച്ചു വിടാനാണ്, ജനങ്ങളെ കബളിപ്പിക്കാനാണ്. ഇന്നലെ ജലീൽ പുറത്തുവിട്ട വാർത്തയും സംശയാസ്പദമാണ്. മാത്രമല്ല, നേരത്തെ ചില തീവ്രവാദ കേസുകളിൽ ദീർഘകാലം അന്വേഷണത്തിന്റെ നിഴലിലായിരുന്ന ചില മാധ്യമപ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് ഒരു അഭിമുഖം എന്നുള്ള നിലയിൽ ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അവിശ്വസനീയമായിട്ടുള്ള വാർത്തകളാണ്, ജനങ്ങളെ കബളിപ്പിക്കാനുള്ള വാർത്തകളാണ്. അത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് സത്യം പുറത്തു വരുന്നതിന് തടസ്സമാണ് എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയും സർക്കാരും രാജിവെക്കണമെന്നുള്ള ഞങ്ങളുടെ നേരത്തെ നിലപാട് ഇപ്പോൾ കൂടുതൽ പ്രസക്തമായിരിക്കുകയാണ്. സർക്കാർ രാജിവെച്ച് അന്വേഷണ ഏജൻസികളുമായി മുഖ്യമന്ത്രി അടക്കം സഹകരിക്കണം. നീതിന്യായ വ്യവസ്ഥിതിയും നിയമവാഴ്ചയും ഉറപ്പുവരുത്താൻ ഈ സർക്കാർ അധികാരത്തിൽ തുടരുന്നത് തടസ്സമായിരിക്കുമെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ശക്തമായിട്ടും ഈ സർക്കാരിന്റെ രാജി, മന്ത്രിമാരുടെ രാജിയെല്ലാം ഉറപ്പുവരുത്തുന്നത് വരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തുടർന്ന് മുന്നോട്ട് വരും. ഈ ക്വസ്റ്റ്യൻ ചെയ്തത് പുറത്തു പറഞ്ഞത് മോശമായി പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ ചെയ്തത് പുറത്തുവിട്ടത് മോശമായി പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ആര്? ജലീൽ കൂട്ടറേക്ക് ഈ നീതി പുറത്തു പറഞ്ഞത് മോശമായി പോയി എന്നുള്ള രീതിയിൽ അല്ല, ക്വസ്റ്റ്യൻ ചെയ്തത് അദ്ദേഹം തന്നെ തുറന്നു പറയേണ്ടതാണ്. കാരണം അദ്ദേഹം ഒരു മന്ത്രിയാണ്, സാധാരണ പൗരനല്ല. നമ്മുടെ സംസ്ഥാനത്തെ ഭരണഘടനയെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള, ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്ന ഒരു മന്ത്രി സത്യവാനാണെന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. താൻ വലിയ സത്യവാനാണ്, ഹരിശ്ചന്ദ്രന്റെ മൂത്താപ്പയാണ് എന്നാണല്ലോ ജലീൽ പറയുന്നത്. ആ സത്യവാനായിട്ടുള്ള ആള് ചോദ്യം ചെയ്യലിന് ശേഷവും നിങ്ങളുടെ എല്ലാ മാധ്യമ സുഹൃത്തുക്കളും, ഒരു മാധ്യമമല്ല, ഈ നിൽക്കുന്ന എല്ലാ മാധ്യമ പ്രവർത്തകരും ജലീലിനെ വിളിച്ചത്. അപ്പോഴെല്ലാം ജലീൽ പറഞ്ഞത്, എന്നെ ആരും വിളിച്ചിട്ടില്ല, എനിക്ക് ഒരു നോട്ടീസും കിട്ടിയിട്ടില്ല, എന്നെ ആരും ചോദ്യം ചെയ്തിട്ടില്ലെന്നാണ്. ഇപ്പൊ വാർത്ത പുറത്തു വന്നപ്പോ അത് തെറ്റായി പോയി എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? മാധ്യമങ്ങളോടല്ല, ജനങ്ങളോട്. മാധ്യമങ്ങളോട് പറയുന്നത്, മാധ്യമങ്ങളെ ഒരു മീഡിയേറ്റർ ആക്കിയിട്ട് ജനങ്ങളോട് അതാണ് മാധ്യമങ്ങൾ പറയുന്നത്. ജനങ്ങളും ഈ മന്ത്രിയും തമ്മിൽ ഇടയിൽ നിൽക്കുന്നവരാണല്ലോ മാധ്യമങ്ങൾ. അല്ലാതെ മാധ്യമങ്ങൾക്ക് സ്വന്തമായിട്ടൊരു എൻറ്റിറ്റി അല്ലല്ലോ, അവര് സ്വന്തമായ ഒരു സ്ഥാപനമല്ലല്ലോ. മാധ്യമം എന്ന് പറയുന്നത് ഇപ്പൊ ഞങ്ങള് ജനങ്ങളോട് പറയുന്നത് നിങ്ങളിലൂടെ, അല്ലാതെ എനിക്ക് ഇന്ത്യയിലെ കേരളത്തിലെ 3.5 കോടി ആളുകളോട് എനിക്ക് പറയാൻ പറ്റില്ല. കേരളത്തിലെ 3.5 കോടി ആളുകളോട് പറയാനാണ് ഞാൻ നിങ്ങളെ സഹായം തേടുന്നത്. നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞാൽ ജനങ്ങളോട് പറയുന്നതാണ്. KT ജലീൽ ജനങ്ങളോടാണ് പറയുന്നത്. എന്താ ചോദ്യം, എന്തിനാണ് എഴുതി വിളിപ്പിച്ചത്? അദ്ദേഹം ആ കാര്യങ്ങൾ വിശദീകരിക്കാതെ എന്നെ ചോദ്യം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് തന്നെ ഒരു മന്ത്രിയിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യമാണ്. മന്ത്രി എപ്പോഴും സുതാര്യവും സത്യസന്ധവുമായ നിലപാട് സ്വീകരിക്കണമെന്നാണല്ലോ വെക്കുന്നത്. അതിന് വിരുദ്ധമായിട്ടാണ് മന്ത്രി പ്രവർത്തിക്കുന്നത്. അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, 2-3 തവണയ്ക്ക് ശിവശങ്കരൻ ചെയ്തു, അതിനുശേഷം ശിവശങ്കരനെ അറസ്റ്റ് ചെയ്യാനൊന്നും കിട്ടിയില്ല. അതുപോലുള്ള ഒരു വിവരശേഖരണം മാത്രമാണ് ഇതെന്നാണ്. അല്ല, ശിവശങ്കറിന്റെ കാര്യത്തിൽ വിവരശേഖരണം മാത്രമാണ് എന്ന് ജലീൽ എന്ന് ഉറപ്പുള്ളൂ. അന്വേഷണ ഏജൻസികളിൽ എപ്പോ അറസ്റ്റ് ചെയ്യണം, എപ്പോ വിട്ടയക്കണം എന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ ജലീലിനെ ചോദ്യം ചെയ്തു, അതുകൊണ്ട് അതെല്ലാം അവസാനിക്കുന്നതാണോ ജലീലിന്റെ? അങ്ങനെയല്ലല്ലോ. ഒരിക്കൽ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യലിൽ അദ്ദേഹം സമർത്ഥമായിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റാളുകളെ ചോദ്യം ചെയ്യേണ്ടി വരും. അവരെല്ലാം ചോദ്യം ചെയ്യുമ്പോഴാണ് ശാസ്ത്രീയമായിട്ടുള്ള തെളിവെടുപ്പുകൾ വേണ്ടി വരുന്നത്. അങ്ങനെ എല്ലാം നടത്തുമ്പോഴാണല്ലോ അന്വേഷണം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ദിവസം രാവിലെ വന്നിട്ട് ആരെങ്കിലും കുറിച്ച് അകത്ത് എന്നുള്ളതല്ലോ അന്വേഷണം. അന്വേഷണം CPM മുഴുവൻ ഇതിനെതിരെ രംഗത്ത് വരികയാണ്, ഇതുവരെ ഇല്ലാത്ത രീതിയിൽ.
അല്ല, അതാ ഞാൻ പറഞ്ഞത്. സംസ്ഥാന മുഖ്യമന്ത്രി ഈ നിലപാട് പറയണമെന്ന് ഞാൻ പറയാൻ കാരണം, ഇത്രയും ദിവസം മുഖ്യമന്ത്രി അന്വേഷണം ശരിയായ ദിശയിലാണ് നടക്കുന്നതെന്നാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ്, പോളിറ്റ് ബ്യൂറോ എല്ലാം ഇപ്പൊ പറയുന്നത് ഈ രാഷ്ട്രീയ പ്രേരിതമാണ്. മുഖ്യമന്ത്രി ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ, അതല്ല പാർട്ടി സെക്രട്ടേറിയറ്റ് നിലപാടാണോ മുഖ്യമന്ത്രി കൊള്ളുന്നത്? അത് മറുപടി പറയേണ്ട കാര്യമാണ്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ പ്രധാനമന്ത്രി ഈ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ പലരുടെയും നെഞ്ചെടുത്ത് പോകുന്നതാണ്. എന്തായാലും സ്ഥിതി അല്ല, നെഞ്ചെടുപ്പ് ഇപ്പോ ജലീലിന്റെ കാര്യമായി, ഇനിയിപ്പോ ജയരാജന്റെ കാര്യമായി, എനിക്കറിയില്ല എത്ര പേരുടെയാണെന്ന്. എന്തായാലും നെഞ്ചെടുപ്പ് പല ആളുകളുടെയും കൂടും, പമ്പൻ ഷാവുകൾ കൂടുമെന്നുള്ള കാര്യം മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ട് തന്നെയാണ് എനിക്കും ചോദിച്ചത്. കൈകളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞില്ലേ, കൈകളിൽ ചാനലിൽ പരസ്യമായി പറഞ്ഞു. അപ്പം പറഞ്ഞ രീതിയിൽ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥൻ ആ പണം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത് കമ്മീഷൻ. അങ്ങനെയാണെങ്കിൽ ഈ കോൺസുലേറ്റിന്റെ അടക്കം അന്വേഷണം ബി ജെ പി ആവശ്യപ്പെടുന്നു. അല്ല, അന്വേഷിക്കേണ്ട ഏജൻസികൾക്ക് മുമ്പിൽ 1 കോടി അല്ല കമ്മീഷൻ എന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു വർഷം വളരെ വ്യക്തമായി ചോദിക്കുക. അപ്പോഴാണ് വാർത്ത വരുന്നത് അതിലൊരു ഭാഗം പോയിരിക്കുന്നത് ഇ പി ജയരാജന്റെ മകനിലേക്കാണ്. അല്ല, അത് രണ്ടാമത്തെ വശം ജയരാജന്റെ മകൻ വാങ്ങിയെന്ന് എന്തായാലും ജോൺ ബ്രിട്ടാസ് പറയുന്നില്ല. ജയരാജന്റെ മകനിലേക്കാണ് അത് പോയതെന്ന് ജോൺ ബ്രിട്ടാസ് പറയുന്നില്ല. 1 കോടി രൂപയാണ് സ്വപ്ന കൈക്കൂലി വാങ്ങിയത് എന്ന് അവർ അന്വേഷണ ഏജൻസിയോട് പറഞ്ഞിരിക്കുന്നു. ജോൺ ബ്രിട്ടാസ് പറയുന്നു 4 കോടിയാണ് അഴിമതി പണമായി വന്നിരിക്കുന്നത്. അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് അതിലൊരു ഭീമമായിട്ടുള്ള ഭാഗം ജയരാജന്റെ മകനിലേക്കാണ് പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് അന്വേഷിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ലീഗ് എം.എൽ.എ കമറുദ്ദീനെതിരെ സാമ്പത്തിക തട്ടിപ്പ് വരുന്നു. ശക്തമായ പ്രതിഷേധം ഉണ്ട് അവിടെ. മഞ്ചേശ്വരം കാസർഗോഡ് ഭാഗത്ത് വളരെ വലിയ, ഞാൻ തന്നെ 22-ാം തീയതി അവിടെ ഒരു സമരത്തിൽ പങ്കെടുത്തു. ഈ 22-ാം തീയതി കമറുദ്ദീനെ എന്താ അറസ്റ്റ് ചെയ്തത്? CPM ആണ് സംരക്ഷിക്കുന്നത്. കമറുദ്ദീൻ അവിടെ ജയിപ്പിച്ചത് CPM ആണ്. കമറുദ്ദീനെ എന്താണ് അറസ്റ്റ് ചെയ്യാത്തത്? കമറുദ്ദീൻ ഇപ്പൊ ഒരു കാര്യം അതിലെനിക്ക് തോന്നുകയാണ്, 136 കോടി 35 കോടിയാണ് പണം തിരിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ ലീഗ് നേതാക്കന്മാർ പറയുന്നത് ഞങ്ങൾ കൊടുക്കാന്നാണ്. ഞങ്ങൾ 6 മാസത്തിനുള്ളിൽ കടം കിട്ടും. എങ്ങനെ? നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക നിയമം അനുസരിച്ച് 20,000 രൂപയിൽ കൂടുതൽ ഒരാൾ സംഭാവനയായിട്ട് പോലും ഗിഫ്റ്റായിട്ട് പോലും വാങ്ങുന്നു. ഈ 135 കോടി രൂപ എങ്ങനെ സമാഹരിക്കാനാണ് ലീഗ് ആഗ്രഹിക്കുന്നത്? ഈ പണം എങ്ങനെ സമാഹരിക്കാനാണ്? 135 കോടി രൂപ നഷ്ടം വന്നു, അത് നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കണം. അതാണല്ലോ കേസ്. ലീഗ് എന്ന് പറയുന്നത് പാർട്ടിക്ക് എങ്ങനെയാണ് 135 കോടി രൂപ തിരിച്ചു കൊടുക്കാൻ കഴിയുന്നത്? വളരെ പ്രധാനം. ഞാനത് വളരെ ശക്തമായിട്ട് ഇടപെടുന്നു ആ വിഷയത്തിൽ. അത് അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ആ പണം എവിടുന്ന് സമാഹരിക്കുന്നു, ആര് വഴി സമാഹരിക്കുന്നു, ആ പണത്തിന്റെ ഉറവിടം എന്താണ്? ധാരാളം കാര്യങ്ങൾ നടക്കുന്നു. അതത്ര എളുപ്പത്തിൽ തേച്ചു മാറ്റി കളയാമെന്ന് ലീഗ് വിചാരിക്കണ്ട. CPM-ന്റെ സഹായം അതിന് കിട്ടിയാൽ പോലും ഈ 135 കോടി രൂപ എങ്ങനെയാണ് തിരിച്ചു കൊടുക്കാൻ പോകുന്നത്? ഇവിടെ ഇപ്പോ നമ്മുടെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ 13 കോടി രൂപയുടെ ഒരു സാമ്പത്തിക തട്ടിപ്പിൽ പെട്ടു. അത് പറഞ്ഞത് വേറെ ഒരു രാഷ്ട്രീയമായിട്ടല്ല, അറബി തന്നെ വന്ന് ഇവിടെ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു. ആ 13 കോടി രൂപ ഇവിടെ സെറ്റ് ചെയ്യപ്പെട്ടു. അറബി തന്നെ പിന്നീട് പറയുന്നു കേസൊന്നുമില്ല, എനിക്ക് എന്റെ പണം കിട്ടും. എങ്ങനെയാണ് ഈ 13 കോടി രൂപ സെറ്റ് ചെയ്തത്? ബീഹാറിലെ പെൺകുട്ടി 5 കോടി രൂപയാണ് നഷ്ടപരിഹാരം ചോദിച്ചു. ഇപ്പൊ അത് കേൾക്കാനില്ല, അതും സെറ്റ് ചെയ്തു. സമാനമായ നിലയിലാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത് ഞങ്ങള് സെറ്റ് ചെയ്തോളാം. എങ്ങനെയൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു വ്യക്തിക്കുണ്ടായിട്ടുള്ള അഴിമതിയുടെ പേരിൽ ജനങ്ങൾക്കുണ്ടായിട്ടുള്ള നഷ്ടം നികത്തി കൊടുക്കാൻ സാധിക്കുന്നത്? ഈ 135 കോടി രൂപ ലീഗ് നേതാക്കൾ എവിടുന്നാണ് സമാഹരിക്കുന്നത്? മുസ്ലിം ലീഗിന്റെ ഉന്നതനായ ഒരു നേതാവിന്, ഞാൻ മനസ്സിലാക്കുന്നത് ജില്ലാ ട്രഷററെ അവിടെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു ഈ പ്രശ്നം സെറ്റ് ചെയ്യാൻ. അതെങ്ങനെയാണ് സാധിക്കുന്നത്? മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് അതിന്റെ നേതാവിന് 135 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായ സ്ഥാപനം എങ്ങനെ സെറ്റ് ചെയ്യാൻ കഴിയും? പണം ആര് കൊടുക്കും? ഈ പണത്തിന്റെ ഉറവിടം എന്താണ്? ഞങ്ങളതിൽ കാര്യമായിട്ട് കയറുവാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ സെറ്റിൽ ചെയ്യുമ്പോൾ ആ പണം എവിടുന്ന് സമാഹരിച്ചു, ആരാണ് കൊടുക്കുന്നത്, എന്താണ് അതിന്റെ സാമ്പത്തിക ഉറവിടത്തിന്റെ രേഖകൾ, അത് പുറത്തു പറയേണ്ടതാണ്. അത് അങ്ങനെ എളുപ്പത്തിൽ സെറ്റ് ചെയ്യാമെന്ന് മുസ്ലിം ലീഗ് വിചാരിക്കുന്നു. നീതിയുമായി ബന്ധപ്പെട്ട് മന്ത്രി നേരത്തെ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അറിയുന്ന ചോദ്യം ചെയ്യുന്നുണ്ട്. അതിന് BJP-യുടെ പല നേതാക്കളെ
പല ഘട്ടത്തിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇത് ചോദ്യം ചെയ്തുകൊണ്ട് മാത്രം രാജിവെക്കണമെന്ന് പറയുന്നത് അല്ല, നരേന്ദ്രമോദിയെ CBI ആണ് ആ ചോദ്യം ചെയ്തത് സാമ്പത്തിക കുറ്റാന്വേഷണം ആയിട്ട് ബന്ധപ്പെട്ടതാണ്. കലാപവുമായി ബന്ധപ്പെട്ട് അത് ഒരു വ്യാജ ആരോപണം, ഒരു കലാപവുമായി മോദി കലാപം ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ടാണ്. അന്വേഷണ ഏജൻസികളിൽ നിന്ന് ഒരു തടസ്സവും പറ്റിയിട്ടില്ല. അവർ തന്നെ അന്വേഷിച്ച് മോദിയെ കുറ്റപ്പെടുത്തുകയാണ്. Okay, thank you.